ഹായ് ഫ്രണ്ട്സ്, ടിക്ടാക് ബ്യൂട്ടി ക്രിയേഷനിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നൊരു നെക്കിൻ്റെ ഡിസൈൻ എടുക്കാമേ. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇതാണ് ഒരു ക്യാൻവാസ്, പേപ്പർ ക്യാൻവാസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും പരിചയം ഉണ്ടാകുമല്ലോ, തേക്കാർക്കൊക്കെ ഓൾമോസ്റ്റ് അറിയാവുന്നത്. ഇതിനകവും കുറവുണ്ട്. അകമെന്ന് പറയുന്നത് പശയുള്ളതാണ്, കണ്ടോ, ഒരു ഷൈനിങ് പോലെ കാണുന്നില്ലേ? അത് പശ തുണിയോട് നമ്മൾ തേച്ച് ഒട്ടിക്കുന്ന സാധനം ഭാഗമാണ്. ഇതെന്ന് പറഞ്ഞാൽ പശയില്ലാത്ത അങ്ങനെ, ഇതിന് അതുപോലെ ഷൈനിങ് ഇല്ല, കണ്ടോ. അതപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമല്ലോ. അപ്പം നമുക്കിതിന് മൊത്തം നീളം എന്ന് പറയുന്നത് 15 ഇഞ്ച് ഇറക്കണേ. 15 നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് 14, അതിൽ കുറഞ്ഞാൽ കൊള്ളത്തില്ല കേട്ടോ, ഇത്രയും നെക്കുകൾക്ക്. അപ്പം നമ്മളത് ഇറക്കും. 11 11.5 ഇഞ്ചോ 11 ഇഞ്ച് എടുത്ത് വീതിയും എടുത്തൊരു ക്യാൻവാസ് 15 ഇഞ്ച് ഇറക്കും, 11 ഇഞ്ച് വീതിയുമുള്ളൊരു ക്യാൻവാസ് എടുക്കുക. അതിനെ രണ്ടായിട്ട് ഈക്വലായിട്ട് മടക്കുക. മടക്കിയല്ലോ. മടക്കിയതിന് ശേഷം നമ്മളിവിടെ നിന്നൊരു 1/2 ഇഞ്ച് ഉണ്ട്. ഈ 1/2 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മളിവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണ്. കാരണം ഇവിടെ നമ്മൾ വെട്ടുന്നത് ഇതൊരു നമുക്കൊരു ഹാങ്ങർ പോലെ ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ നിന്നാണ് ഇങ്ങനെ എടുത്ത് നമ്മൾ ഒരു 1/2 ഇഞ്ചോളം ഇങ്ങനെ മാർക്ക് ചെയ്തു, സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം കഴുത്തിൻ്റെ അകലം നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ അത്രയും എടുക്കുക. നമുക്ക് ഓരോരുത്തർക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും എടുക്കുക. ഓക്കെ, ഞാൻ എടുത്തിരിക്കുന്നത് 3.5 ഇഞ്ചാണ്. തയ്ച്ച് ക്യാൻവാസ് എടുക്കുന്നത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ക്യാൻവാസ് എടുക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള കഴുത്തകലം എടുത്താൽ മതി. ഒരു 1/2 ഇഞ്ച് കൂടുതലോ കുറവോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, കറക്റ്റായിട്ട്. കാരണം ഇവിടുന്ന് തുണിയൊന്നും മടക്കി മൂന്നിൽ സ്റ്റിച്ച് ചെയ്ത് മൂന്നില്ല, നമ്മൾ ഇത്രയും അകലത്തിൽ എടുക്കണമെങ്കിൽ അത്രയും അകലം തന്നെ നമുക്ക് കഴുത്തകലം കിട്ടും. അപ്പോൾ നമുക്ക് 3 വേണ്ടിയെങ്കിൽ 3, 3.5 വേണ്ടിയെങ്കിൽ 3.5, 4 വേണ്ടിയവർക്ക് 4 എടുക്കുക, 2.5 മതിയവർക്ക് 2.5 എടുക്കുക. അപ്പം നമ്മൾ ആ എടുക്കുന്ന എത്ര എടുക്കുന്നോ അത്രയും തന്നെ നമുക്ക് കഴുത്തിന് ലഭിക്കും. അപ്പം ആ ഒരു സംശയം മാറിയില്ല. അപ്പോൾ ഞാനിവിടെ എഴുതുന്നത് 3.5 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ തയ്ച്ച് കഴിയുമ്പോൾ ഈ 3.5 ഇഞ്ച് തന്നെയാണ്. സമയം തുണിയിലാണെങ്കിൽ നമ്മൾ 3.5 ഇഞ്ച് വേണമെങ്കിൽ ഞാൻ ഒരു തയ്യൽ തുമ്പ് എത്രയാണെന്ന് വെച്ചാൽ കുറച്ചിട്ട് വേണം, 3.25 അല്ലെങ്കിൽ 3.25 കുറവായിട്ടേ എടുക്കാവൂ. കാരണം ഇത്രയെങ്കിലും തയ്യൽ തുമ്പ് ഇട്ട് വേണം കഴുത്തിനോട് ഇത് ക്യാൻവാസിലാകുമ്പോൾ കറക്റ്റ് എടുത്താൽ മതി. ഓക്കെ, അത് നമ്മളെടുത്തേ. നമുക്ക് മൊത്തം ടോട്ടൽ ഇറക്കം എന്ന് പറഞ്ഞാൽ 6.5 എനിക്ക് മതി, 6.5 മതി. 6 ഇത് ഈ മാർജിൻ്റെ ഭാഗത്തു നിന്നുള്ളതുകൂടെ അടുത്താണ്. അപ്പോൾ അതും നമ്മളിവിടെ മാർക്ക് ചെയ്തു, ഇങ്ങനെ ഒരു സ്ക്വയർ പോലെ വരച്ചു. ഇവിടെ നമ്മൾ നോക്കണം കേട്ടോ, 3.5 ഇവിടെ 3.5 എടുത്തിട്ടുണ്ട്, മനസ്സിലായല്ലോ. ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് നമുക്ക് എങ്ങനത്തെ ഷേപ്പ് ഉണ്ടെന്ന് വെച്ചാൽ ഷേപ്പ് ചെയ്ത് ഇവിടുന്ന് ഞാൻ ഇച്ചിരി കുഴിച്ച് വെട്ടുന്നുണ്ട്. 1/2 ഇഞ്ചോളം മാർക്ക് ചെയ്തിട്ട് നമ്മളിവിടുന്ന് ഈ മൂലയ്ക്കൊന്ന് ഇവിടം വരെ 9.5 ഇഞ്ചോളം മാർക്ക് ചെയ്യണം, ചരിച്ച്. എന്നാൽ ഇവിടുന്ന് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെയാണല്ലോ നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത്. മൊത്തം ഇറക്കമാണ് കഴുത്തിന്. ഇങ്ങനെ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ഇത്രയും ഇറക്കം വരും, അത് ഓർത്ത് വേണം. ഇത് ഇത്രയും തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 7.5 അത്രയൊക്കെ ആലേ വരത്തുള്ളൂ. ഇതിങ്ങനെ ചരിച്ച് മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ടിത് വെട്ടിയെടുത്തു. എന്നിട്ട് ഞാനിത് കട്ട് ചെയ്യുന്ന കാണിച്ചു തരാം. ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ പിന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ എടുത്ത് ഇങ്ങനത്തെ പിന്നുകൾ നമുക്ക് ഇവിടെ ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ക്രാഫ്റ്റ് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമേ. അപ്പം നമ്മൾ ഇത് ഇത്ര അകലെ വിട്ടാണ്. ഞാൻ സ്ക്വയർ ഫീറ്റിലാണ്, അല്ലാതെ ഇങ്ങനെ ഷേപ്പ് ചെയ്തൊന്നും വെട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം കഴുത്ത് മാത്രമല്ല, നമ്മൾക്ക് ഈ ഫ്രണ്ടി മുഴുവൻ ആയിട്ടുള്ള യോക്ക് ഭാഗം മൊത്തമാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഇങ്ങനെ പിന്ന് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല, കറക്റ്റായിട്ട് ഇരുന്നോളും. അപ്പം ആദ്യം ഇവിടുന്ന് കഴുത്തിൻ്റെ ഇവിടുന്ന്
ഇങ്ങനെയാണ് കഴുത്തിരിക്കുന്നത്. നമ്മളിനി ഇത് കഴുത്ത് വെട്ടി ഇത് നോർക്കുമ്പോൾ ഇങ്ങനെയാണ്, കണ്ടോ? ഇങ്ങനെ നമ്മളിതിൻ്റെ ഒരു തുണി, ഏത് തുണിയിലാണ് നമ്മൾ തയ്ക്കുന്നത് വെച്ചാൽ ഞാനിത് ഈ ഒരു തുണിയിലാണ് തയ്ക്കുന്നത്. ഇത് അയൺ ചെയ്ത് പിടിപ്പിക്കേണ്ടവർക്ക് അയൺ ചെയ്ത് പിടിപ്പിക്കാം. ഞാൻ പക്ഷേ അയൺ ചെയ്യുന്നില്ല. ഇതിൻ്റെ അകവും പുറവും നോക്കി ഇത് അകവശമാണ്. ഈ അകവശത്ത് നമ്മൾ ഈ പശ പോലുള്ള ഭാഗം വരത്തക്ക രീതിയിൽ വേണം ഇത് വെക്കാനായിട്ട്. 4 സൈഡിലും നമുക്ക് ഈ സൈഡിൽ തുണി അധികം വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഈ സൈഡിലും ആ സൈഡിലും നമുക്ക് തുണി അധികമായിട്ട് വരണം. നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം പിന്ന് കുത്തി കൊടുത്തിട്ട് നെക്ക് തയ്ക്കാൻ തുടങ്ങാം. നമുക്ക് അയൺ ചെയ്തിട്ടാണ് ഏറ്റവും ബെസ്റ്റാണ്. നമ്മൾ 4 സൈഡും ഒത്തിരി അധികം തുണി വേണ്ടല്ലോ. നമ്മൾ ഈ അധികമുള്ളത് ഇച്ചിരിയേറെ അധികമുണ്ട്, പിന്നെ വെട്ടിക്കളയുക. ഇതിന് സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ ആദ്യം ഞാൻ സ്റ്റിച്ച് ചെയ്യണം. ആവശ്യം ഒന്നും കാര്യമില്ല. കഴിക്കാം. 4 സൈഡ് നമ്മളിങ്ങനെ തയ്ച്ച് കഴിഞ്ഞു കേട്ടോ. 4 സൈഡിലെ 3 സൈഡ്. എന്നിട്ട് നമ്മുടെ ഇതിൽ ഹാൻഡ് എംബ്രോയ്ഡറിയോ എന്തെങ്കിലും ഡിസൈൻ ചെയ്യും.